നിങ്ങൾക്ക് എല്ലാവർക്കും ബേസിക് ലൈഫ് സപ്പോർട്ടിനെ പറ്റി അറിയോ? അതായത് BLS. ഞാനൊരു BLS സർട്ടിഫൈഡ് ആണ്. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കയ്യിലൊരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു O2 മാസ്ക്, O2 നമ്മൾ സപ്ലൈ ചെയ്യുന്ന, അതായത് നമ്മൾ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുമല്ലോ. നമുക്ക് അപരിചിതരായിട്ടുള്ളവർക്ക് അങ്ങനെ ഒരു ബ്രീത്ത് കൊടുക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മൗത്ത് ഡയറക്റ്റ് കൊണ്ടുപോയി അവരുടെ മൗത്തിൽ വെച്ച് സീൽ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊന്നും അങ്ങനെ പലർക്കും പറ്റില്ല. അത് കാരണം നമുക്കൊരു പരിചയമില്ലാത്ത ഒരു അപരിചിതനോ അപരിചിതയോ ആയിരിക്കും അത്. നമ്മളതിന് ചിലർക്ക് ഭയമായിരിക്കാം മറ്റെന്തെങ്കിലും രോഗങ്ങൾ അതുവഴി പകർന്നാലോ, അല്ലേ? ബോഡി ഫ്ലൂയിഡിലേക്ക് പകരുന്ന രോഗങ്ങളും ഉണ്ട്. സോ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും BLS സർട്ടിഫൈഡ് അല്ലെങ്കിൽ ALS സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഇതുണ്ടായിരിക്കേണ്ടതെന്നാണ്. സാധാരണ ഏതൊരു പൗരനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാർക്കോ നമ്മുടെ അയൽവക്കത്തുള്ളവർക്കോ ആർക്ക് വേണമെങ്കിലും, അല്ലെങ്കിൽ റോഡിൽ കാണുന്ന ഒരു അപരിചിതന് പോലും അല്ലെങ്കിൽ ഒരു അപരിചിതയ്ക്ക് പോലും നമുക്ക് അയാളുടെ ജീവൻ, ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. അതിൽ ബാക്കി ഇതൊഴിച്ച് മൗത്ത് ടു മൗത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ വേണ്ടത് ഇങ്ങനൊരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു O2 മാസ്ക് നമ്മുടെ കയ്യിൽ വേണം. പിന്നെ ഉള്ളതെല്ലാം നമ്മുടെ കയ്യിലാണ്. CPR ഒക്കെ കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ടാണ്, നമ്മുടെ എനർജിയാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് AED, ഡീഫിബ്രിലേറ്റർ. അത് ഓരോ സൂപ്പർ മാർക്കറ്റിലും ഓരോ സ്ഥലത്തും ഉണ്ടായിരിക്കേണ്ട, ഒരു പൊതുസ്ഥലങ്ങളിൽ പബ്ലിക് കൂടുന്നിടത്തൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒന്നാണത്. ഈവൻ KSRTC സ്റ്റാൻഡ്, മാളുകൾ, ലുലു മാളൊക്കെ പോലത്തെയുള്ള വലിയ മാളുകൾ, ഇങ്ങനെയുള്ളിടത്തൊക്കെ അത് ഉണ്ടായിരിക്കേണ്ടതാണ്. എനിവേ, നാളെ ഞാൻ BLS പഠിച്ചു കഴിഞ്ഞു. നാളെ ഒരാൾക്ക് എൻ്റെ ഈ ഒരു കഴിവ് കൊണ്ട് എന്തെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. സോ അതിനുവേണ്ടി എൻ്റെ ബാഗിനുള്ളിൽ ഇങ്ങനെ ഒരു ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡിവൈസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതാണ് ഇത്. ഈ കാണുന്നതാണ് മാസ്ക്. ഈ മാസ്ക് നമ്മളൊരാളുടെ മൗത്തിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ആ ഒരറ്റം കുറച്ച് കൂർത്തിരിക്കുന്ന ഒരു ഭാഗം കണ്ടില്ലേ, അത് അയാളുടെ നോസിൻ്റെ അവിടെ വരേണ്ടതാണ്. ഇതാണ് മൗത്ത് പീസ്. ഇത് രണ്ടും മൗത്ത് പീസാണ്. അതിൽ വൈറ്റ് കളറിൽ കാണുന്നത് ഈ മാസ്കിൻ്റെ കൂടെ എനിക്ക് കിട്ടിയതാണ്. ബ്ലൂ കളറിൽ കാണുന്ന ഞാൻ BLS പഠിച്ചപ്പോൾ എനിക്ക് അവിടുന്ന് എൻ്റെ ട്രെയിനേഴ്സ് എനിക്ക് തന്നതാണ്. സോ ഓരോ വ്യക്തിക്കും ഓരോ മൗത്ത് പീസ് കാണും. കാരണം നമ്മളുടെ മൗത്ത് പീസിൽ വേറെ ആരും കൊണ്ടുപോയി മൗത്ത് വയ്ക്കില്ല. തീർച്ചയായിട്ടും അതിൽ നമ്മുടെ സലവയും മറ്റുമൊക്കെ ഉണ്ടാവും, അല്ലേ? സോ ഇൻഡിവിജ്വൽസിന് ഓരോരുത്തർക്കും അവനവൻ്റേതായിട്ടുള്ള മൗത്ത് പീസ് വേണം. പക്ഷെ മാസ്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ മൗത്ത് പീസ് ഓരോ BLS സർട്ടിഫൈഡിൻ്റെ കയ്യിലും ഉണ്ടായിരിക്കണം. പക്ഷെ മൗത്ത് പീസ് മാത്രം ഉണ്ടായി ഓക്സിജൻ കൊടുക്കാൻ പറ്റത്തില്ല, അതിനുവേണ്ടി ഈ മാസ്കും ഉണ്ടായിരിക്കണം. ഇതിനധികം എമൗണ്ട് ഒന്നും ആയില്ല. എനിവേ ഒരു 350 ആ റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ്. എനിക്കെന്തോ 250 അറൗണ്ട് അത്രേ എനിക്ക് വന്നുള്ളൂ ഇതിന്. പിന്നെ ഈ മൗത്ത് പീസ് നമുക്കിതിൽ നിന്ന് ഊരി മാറ്റാം. അതിൽ കാണുന്ന സ്ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിയുടെ മുഖത്ത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ തലയിൽ ഫിക്സായിട്ട്, ഊരി പോരാതെ ഫിക്സായിട്ട് ഇരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷെ അതങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് അതിൽ പ്രസ് ചെയ്താൽ മതി. മാസ്കിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ ഈ തുറന്ന് കാണിച്ചിരിക്കുന്ന ചെറിയൊരു പോർട്ടില്ലേ, ഈ പൊങ്ങി നിൽക്കുന്നത്, ഇത് O2 കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണിത്. O2 പോർട്ടാണ്. ഇതിൽ നമ്മൾ O2 ഈ മാസ്കിൽ കൂടെ കൊടുക്കണമെങ്കിൽ നമ്മളവിടെ O2 കണക്ട് ചെയ്യും. സോ എനിക്ക് പറയാനുള്ളത് BLS എല്ലാവരും പഠിക്കുക. ഇതൊരു ബേസിക് ലൈഫ് സപ്പോർട്ടാണ്. ആ ഒരു BLS മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതുപോലെ ഇത് സർട്ടിഫൈഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ അറിയാവുന്ന അത്രയും കോൺഫിഡൻസ് ഉള്ളവർ ഇതുപോലെ ഓരോ മാസ്കും വാങ്ങി വയ്ക്കുക. നിങ്ങളുടെയൊക്കെ കാറിൽ ഇതുള്ളത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ പോക്കറ്റ് മാസ്കാണിത്. ബാഗിനുള്ളിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും.